കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് 3000 കോടി കടമെടുക്കാൻ മുൻകൂർ അനുമതി. 5000 കോടി രൂപയാണ് കേരളം മുൻകൂർ ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി വിഷ്ണു വീണ്ടും ചേരുകയാണ്. വിഷ്ണു, എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? വായ്പാ പരിധിയിൽ നിന്നും 3000 കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ മുൻകൂറായി കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. കേരളം മുൻകൂർ ആവശ്യപ്പെട്ടത് 5000 കോടി രൂപയാണ്. എന്നാൽ അതിൽ 3000 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ നൽകാനായി തീരുമാനമായിരിക്കുന്നത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 5000 കോടിക്ക് മുൻകൂർ അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക വർഷം വന്നപ്പോൾ മുൻകൂർ അനുമതി ചോദിച്ചതിൽ 3000 കോടി മാത്രമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ വർഷം എടുക്കാവുന്ന വായ്പാ പരിധി നിശ്ചയിച്ചു നൽകുന്നത് അടുത്ത മാസം മാത്രമാണ്. അടുത്ത മാസം നിശ്ചയിച്ചു നൽകേണ്ട വായ്പാ പരിധിയിൽ നിന്നാണ് ഈ 3000 കോടി മുൻകൂറായി നൽകുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിക്ക് പണം കണ്ടെത്താൻ വീണ്ടും സഹകരണ കൺസോർഷ്യവും ഉൾപ്പെടെ എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. 2000 കോടി രൂപ ഇനി കൈപ്പറ്റേണ്ട ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം വിവിധ പെൻഷനുകൾ പല തസ്തികയിൽ നിന്നും ഇപ്പോൾ വിരമിക്കൽ അധികം ഉണ്ടാകാനുള്ള ആവശ്യങ്ങൾക്കായി സർക്കാരിന് പണം കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ശക്തമായി തുടരുന്ന ഒരു ഘട്ടത്തിലാണ് 5000 കോടിയെങ്കിലും കുറഞ്ഞത് ആവശ്യമെന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിലാണ് ഇപ്പോൾ 3000 കോടി അനുവദിച്ചിരിക്കുന്നത്. ഇനി 2000 കോടി രൂപ മാത്രമാണ് സമാഹരിക്കാൻ സർക്കാരിന് ആവശ്യമുള്ളത്. എന്നാൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യമാണ് ഇനി പണം നൽകേണ്ടതെന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. 9.1% പലിശ നൽകിയാണ് ഈ ധനസമാഹരണം നടത്താൻ പോകുന്നത്. അതായത് 9.1% പലിശ സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടായിരിക്കും ഈ പണം കടമെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കൺസോർഷ്യം 800 കോടി രൂപ മാത്രമാണ് സമാഹരിച്ചത്. ഇനി 2000 കോടിയാണ് ഇത്തവണ ആവശ്യപ്പെടുന്നത്. എന്നാൽ അത്രത്തോളം പണം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 3000 കോടി രൂപ മാത്രം കേന്ദ്രം അനുവദിച്ചത് ഒരു തിരിച്ചടിയായി എന്ന് വേണം എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനിയും 2000 കോടി സമാഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി വിഷ്ണു.